ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വൺസ് അഗെയിൻ നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ സ്വാഗതം. അപ്പോൾ നമ്മളിപ്പം കാണാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് അഡിലേഡ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. നമ്മുടെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ പോലുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ കൊട്ടാരം പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയാണ്. എല്ലാ ചരിത്രവും അവിടുത്തെ വാളുകൾ തൂക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. എപ്പം ഈ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയെന്ന് കല്ല് ഇട്ടത് മുതൽ ഇതുവരെയുള്ള ചരിത്രങ്ങളെല്ലാം ഈ വാളുകൾ ഒട്ടിപ്പിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടോ. കുറച്ച് നേരം സമയം എടുത്ത് കാണാൻ മാത്രമുണ്ട് റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനുള്ളിൽ പോയിട്ടില്ല. വേറെ ഒരു ദിവസം നമുക്ക് ഇവിടുന്ന് ട്രെയിൻ കയറി നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ എന്തിനാണ് കയറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടൗണിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പബ്ലിക്കായിട്ട് നമുക്ക് ജസ്റ്റ് ടൗണിലോട്ട് എൻട്രൻസ് ചെയ്യുന്നത് ഈ റെയിൽവേ സ്റ്റേഷനുള്ളിൽ കൂടെ നമുക്ക് എൻട്രി ചെയ്യാൻ കേട്ടോ ടൗണിലോട്ട്. അപ്പോൾ നമ്മളവിടെ ചർച്ചിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. ട്രാമൊക്കെ കയറി ഞങ്ങൾ പിന്നെ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് പബ്ലിക്കായിട്ട് നല്ല ടോയ്ലറ്റൊക്കെ ഉണ്ട്, ക്ലീൻ ടോയ്ലറ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷപ്പായി പിന്നെ ടൗൺ കാണാമെന്ന് വെച്ച് ഇറങ്ങിയേക്കുന്നത് കേട്ടോ. പിന്നെ ട്രാം കയറിയേക്കാമെന്ന് വിചാരിച്ചു. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം പിള്ളേർ ട്രാം കയറിയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ട്രാമിന് ചെന്നു. സിറ്റിക്കുള്ളിൽ ട്രാം ഫ്രീ ആണ്. അപ്പം നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങോട്ട് ഒരു പോയിന്റ് വരെയുണ്ട്. നമുക്ക് സിറ്റിക്കുള്ളിൽ ട്രാം നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. ഞങ്ങൾ അങ്ങനെ ട്രാം കയറിയിട്ട് ഒന്ന് സിറ്റിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സത്യത്തിൽ പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ടൗൺ കാണാൻ ഇറങ്ങും. അപ്പോൾ വിത്ത് നമുക്ക് ടൗണൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കമൻറ്റും ഷെയറൊക്കെ അടിക്കും കേട്ടോ. നമുക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് വരാനേ. പിന്നെ ഇത് ഞങ്ങൾ ചുമ്മാ ട്രാവൽ ചെയ്യുമ്പോൾ എടുക്കുന്ന വീഡിയോ ആണ്. ഞങ്ങളുടെ മെമ്മറി നിങ്ങൾക്കും കാണാൻ പറ്റാത്ത എല്ലാവർക്കും കാണാൻ ചെയ്യാം. അപ്പോൾ എഡിറ്റിംഗ് ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യാറുള്ളൂ എന്ന് മാത്രം. പിന്നെ എന്താണ്, എന്നോട് ഒത്തിരി ആൾക്കാർ പറയാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ നേഴ്സിംഗ് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കെല്ലാം ചെയ്യണം ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ 5 ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ നേഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. കുറച്ച് റിസർച്ചൊക്കെ ചെയ്തിട്ട് ചെയ്യണ്ടേ. അപ്പം അതൊക്കെ ഒരു കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കൊടുക്കേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ അതിന് സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ അത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ട്രാമിന് കയറിയിട്ട് എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരെ ബൊട്ടാണിക് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 ഗാർഡൻ ഉണ്ട്. 2 ബൊട്ടാണിക് ഗാർഡൻ ഉണ്ട് കേട്ടോ. ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ലോബി ബൊട്ടാണിക് ഗാർഡൻ പോയി. അത് നല്ല അടിപൊളി ഗാർഡൻ ആയിരുന്നു. അപ്പം ഇവിടെ ഒരു ബൊട്ടാണിക് ഗാർഡൻ ഒരു സെന്ററിൽ ഞങ്ങൾ വന്ന് ഇറങ്ങി. ഇനിയിപ്പം നടന്നു നോക്കുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ചൈനട്ടൗണൊക്കെ എല്ലാത്തിനും ഒരു വെറൈറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ കൊച്ചിയിലെ കൂടെയൊക്കെ നടക്കുമ്പോൾ ഉള്ള ഒരു സ്റ്റൈല് പോലെ അടിപൊളി കേട്ടോ. അപ്പോൾ എനിക്ക് ടൗൺ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടതിൽ സൈഡിലൊക്കെ ഫുള്ള് ഈവനിങ് ടൈം ആയിരുന്നു. 5 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ എല്ലാ ഇടത്തും ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. പക്ഷേ എല്ലാ ഹോട്ടലിലും ആൽക്കഹോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാർ അറ്റാച്ച്ഡ് ആയിരിക്കും കൊടുക്കുന്നേക്കാളും. പക്ഷേ ഇതിൻ്റെ ഡെക്കറേഷനാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒത്തിരി നാച്ചുറലായിട്ടൊരു മിങ്കിളായിട്ട് അതിൻ്റെ ആ ഒരു ആർട്ടിൻ്റെയും നേച്ചറിൻ്റെയും ഒരു കളർ കോമ്പിനേഷൻ, അതിൻ്റെ ആ മിങ്കിൾ കളറും നല്ലതാണ്. ആ ഒരു ആർട്ട് വർക്ക് അനുസരിച്ച് ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു യൂറോപ്യൻ ആ ഒരു സ്റ്റൈലിന് ചേർന്ന രീതിയിലാണ്. നല്ല അടിപൊളിയാണ്. നടന്ന് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒട്ടുമുക്കാൽ സെൻറ്ററുകളിൽ ഇങ്ങനെ മുൻപിലേക്ക് ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കട്ടോ. കണ്ടിട്ട് അഭിപ്രായം പറയാം. ഇങ്ങനെയാണ് ഞാനിങ്ങനെ ചുമ്മാ നടന്ന് നോക്കി. പിന്നെ ഭക്ഷണം കഴിച്ചില്ലായിരുന്നു, അത് വിശക്കുന്ന ഇല്ലായിരുന്നു. പക്ഷേ ടൗണിൽ കയറിയ സമയത്ത് എന്തായാലും കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ സാധാരണ വിചാരിച്ചതിനേക്കാളും ഇതുവരെ ഞങ്ങൾ ടൗണിൽ വന്നപ്പോൾ എല്ലാ പ്രാവശ്യവും ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം ഞങ്ങൾ സ്വെറ്ററൊക്കെ എടുത്തിട്ടും വല്ലാണ്ട് തണുത്ത് വരച്ച് പോയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഈ ഈവനിങ് ടൈം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടുണ്ടായിരുന്നു. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. നടക്കാനൊക്കെ നല്ല വെതറായിരുന്നു. അപ്പം ജസ്റ്റ് ഞങ്ങൾ കുറച്ചൊന്ന് ടൗണിൽ കൂടെ നടന്ന ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് നേരെ ടൗണിൻ്റെ പുറത്തോട്ട് ഇറങ്ങി കുറച്ച് നേരം അവിടെ അടുത്ത് തന്നെ പാർക്കുകളൊക്കെ ഉണ്ട്. പാർക്കിലൊന്ന് റെസ്റ്റ് ചെയ്തു. പക്ഷെ ഒത്തിരി ഇന്ത്യൻ ഹോട്ടൽസൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഈ പാർക്ക് അടിപൊളി പാർക്കാണ് കാണിച്ചത് കേട്ടോ. പക്ഷെ അത് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പിന്നെ ആൾക്കാരുടെ പ്രൈവസിയിൽ നമ്മൾ കൈകെടുത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത് ഷൂട്ട് ചെയ്യാറുണ്ട്. എല്ലാ ഹോട്ടലുകളുടെ ഉള്ളിൽ നല്ല പച്ചക്കറിയൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ബാർ അറ്റാച്ച്ഡാണ്. ബാർ ഹോട്ടലുകൾ ഇങ്ങനെ ഫുള്ളുമാണ് ആളുകൾ. അപ്പം മാക്സിമം ആ ഷൂട്ട് ചെയ്യാത്തതാണ്. കാരണം അത് ഷൂട്ട് ചെയ്തിട്ട് ശരിക്കും അനുസരിച്ച് നമ്മളങ്ങനെ എല്ലാവരും പ്രൈവസി ഷൂട്ട് ചെയ്യാൻ പാടില്ല.
അതുകൊണ്ട് ഞാൻ മാക്സിമം അവരെ ഒന്ന് ഷൂട്ട് ചെയ്യാണ്ട് പോയത് കേട്ടോ. ഒത്തിരി ഹോട്ടൽസ് ആയിരുന്നു. ഇങ്ങോട്ടൊരു ഇത് എല്ലായിടത്തും ഡബിൾ സ്റ്റോറിയാണ്. ഡബിൾ സ്റ്റോറി വരെ ഫുള്ളാണെന്നാണ് ഉള്ളതാണ് ഈ സമയത്ത്. ഒത്തിരി ആളുകളും എല്ലാവരും ഫാമിലിയായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികളായിട്ട് കുറച്ച് ആളുകളുണ്ട്, അവർക്ക് ഇച്ചിരി ഐസ്ക്രീം ഒക്കെ. പക്ഷെ എല്ലാ ഹോട്ടലുകളിലും നമുക്ക് ആൽക്കഹോൾ ലഭ്യമാണ് കളർ ചെയ്യാൻ പോയതാ. അവരുടെ കക്കാൻ വേണ്ടി പോയിരിക്കുന്ന മനുഷ്യനെ കാണിച്ചു. കമോൺ ഐസ്ക്രീം കൊടുക്ക. ഞാൻ കാണിച്ചു തരാൻ കേട്ടോ. എന്നിട്ട് ഹോളും ഉണ്ടോ എൻ്റെ പൊന്നേ, ഇതെന്നാ ഗുഹയുടെ അന്തരവും. ഇതിനകത്ത് ഫുള്ള് പോടാ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എൻ്റെ മൊബൈലെങ്ങാൻ പോയപ്പോൾ തിരിച്ചും കൂടെ കിട്ടത്തില്ല. ഇത് കുപ്പി വെച്ചാ ഇതുണ്ട്. അത് ഫുള്ള് ഓട്ട കേട്ടോ ഒരു മരം. ഇതാണ് ഇവിടുത്തെ ഗുഡ്സ് ആൻഡ് ഇത് എക്സ്ചേഞ്ച് പ്രൊഡക്ഷൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എഴുതിയിരിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് പണ്ടത്തെ കാലത്ത് നമ്മൾ എന്താ പറയുക, ഇത് എക്സ്ചേഞ്ച് പരിപാടി ഉണ്ടെന്നല്ല, അതാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സിഗ്നൽ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എണ്ണ നമുക്കൊന്ന് പോയി നോക്കാമല്ലോ. ഇനിയിപ്പം ഗുഡ്സ് ആൻഡ് ഫുഡ് പ്രൊഡക്ഷൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ള മാർക്കറ്റാണെന്ന് അറിയത്തില്ല. പക്ഷേ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഒന്നും കാണാണ്ടായിരുന്നില്ല കേട്ടോ. പണ്ടത്തെ മാർക്കറ്റൊക്കെ മാറ്റി നല്ല വീടുകളാക്കി. ഇതിൻ്റെ ഉള്ളിലൊക്കെ റെസിഡൻസി ആയിരുന്നു ഞങ്ങൾ നോക്കിയപ്പോൾ. നല്ല അടിപൊളി റെസിഡൻസി കേട്ടോ. വീടുകളിലൊക്കെ ഫ്രണ്ടൊക്കെ ആണെങ്കിലും മുന്തിരി വടികൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത് വളരെ മനോഹരമായിരുന്നു. സ്ട്രീറ്റൊക്കെ എന്തായാലും നല്ല ക്ലീനാണ് കേട്ടോ. എല്ലായിടത്തും ഡസ്റ്റ്ബിൻസ് ഉണ്ട്. ആരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ സാധനങ്ങൾ എറിഞ്ഞിട്ടിട്ടോ വേസ്റ്റ് ഇട്ടിട്ടോ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. നല്ല സ്ട്രീറ്റൊക്കെ നല്ല വൃത്തിയുള്ളതായിരുന്നു. നമുക്ക് നടക്കാനൊക്കെ ആണെങ്കിലും കാണാനൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള, നമുക്ക് നന്നായിട്ട് നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് ഈവനിങ് വാക്കിനൊക്കെ പോകാൻ നല്ല അടിപൊളി. ആ വള്ളി ഗ്രേപ്സിന്റെ മരമാണ്. പക്ഷേ മുന്തിരിവള്ളീനെ മരമാണെന്ന് പറഞ്ഞ് പറ്റിച്ചു കണ്ട. ഫുൾ ഗ്രേപ്സിന്റെ മരമാണ്. നമ്മുടെ അവിടുത്തെ പോലെ തന്നെ ടൗണിലോട്ടുള്ള പ്രോപ്പർട്ടിക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ. നമുക്കിപ്പോൾ കുറച്ച് ഔട്ട് സൈഡിലോട്ടൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോർമലായിട്ടുള്ള 2 to 3 ബെഡ്റൂംസിനൊക്കെ ഇവിടെയും ഇപ്പോൾ ഞാൻ 3 ഞാൻ റിസർച്ച് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് മെൽബൺ, പെർത്ത് ആൻഡ് അഡ്ലേഡ് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഒരു സാധാരണ ഒരു നോർമലായിട്ടുള്ള ഒരാൾക്ക് നമുക്ക് വീടെടുക്കുന്നതിന് ഒരു 8 to 1 million അടുത്ത് ഡോളറൊക്കെ ആകുന്നുണ്ട് വീടിനൊക്കെ. അതേസമയം നമ്മൾ ടൗണിലോട്ട് വരുവാണെങ്കിൽ 1.5 to 2 million പോകും. ഇവിടെ പിന്നെ ടൗണ് സേഫ് ആൻഡ് സെക്യൂരിറ്റി ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര സേഫ് എന്ന് പറയാനൊന്നും പറ്റത്തില്ല കേട്ടോ. നമ്മൾ അബുദാബി പോലെ സേഫ് ഒന്നുമല്ല, എങ്കിലും ഓക്കെയാണ്. അങ്ങനെ നമുക്ക് എന്താ പറയുക, ട്രാവൽ ഒത്തിരി നൈറ്റ് കഴിഞ്ഞിട്ട് അധികം ആളുകളും അങ്ങനെയൊന്നും സ്ട്രീറ്റിൽ കൂടെ പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ ഇതിലൂടെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രഗ് കഴിച്ചിട്ട് വന്നാന്ന് തോന്നുന്നു ഒരാൾ നമ്മുടെ നേരെ വന്നിട്ട് സ്ക്രീം ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ സൗണ്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ പുറകിലും ഇഷ്ടംപോലെ ആളുകൾ നടന്നു വരുന്നുണ്ട് ഒരുമിച്ച്. ഞങ്ങളെല്ലാവരും ഒന്ന് പേടിച്ച് മീൻസ് പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുമ്പോഴൊരു ഞെട്ടല്ല, നമ്മളെ ഉപദ്രവിക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഒരു ഇവൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അല്ലാത്തപ്പോൾ ഞങ്ങളിതിന് മുമ്പ് വന്നപ്പോഴും കുഴപ്പമൊന്നും കണ്ടില്ല കേട്ടോ ഇതുവരെ. പിന്നെ ഇടയ്ക്കൊക്കെ കാണാം നമ്മുടെ സ്ട്രീറ്റിലൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ആളുകൾ കിടന്നുറങ്ങുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ ഒരാൾ വന്ന് പേടിപ്പിച്ചു പോയി, ഞങ്ങൾ പേടിച്ചു പോയി. ഞങ്ങൾ പുറകിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തെടുത്ത് ഇങ്ങനെ അറിയുന്ന ഒരുപാട്. എനിക്ക് ഇടയ്ക്ക് മടിയായിട്ടില്ല എഡിറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ പഴയ കുറേ വീഡിയോസ് കിടക്കുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ഇരുന്ന് മെനക്കെട്ട പരിപാടിയാണ്. ഇടയ്ക്ക് ഇരുന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് നോക്കും. ചുമ്മാ പിന്നെ കാണുമ്പോൾ ഒരു രസമാണ് പഴയ വീഡിയോസൊക്കെ കാണുമ്പോൾ. പിന്നെ ആണെങ്കിൽ ഇവിടെ ക്യാമറ കണ്ടപ്പോൾ കട്ടായി.
അഭി വാ, ഇവിടെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ എപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. വാ. ഇത് ഇടയ്ക്ക് നടക്കുന്നവർക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനും കാണാനുള്ള സ്ഥലം കേട്ടോ. ഒരുത്തി മടുത്തിരിപ്പാണ്. അവള് മടിച്ച് വാ വാ. അങ്ങോട്ട് പോണ്ട വെച്ചാ കൂ. അതെനിക്കറിയാം. ഞങ്ങളൊരു ഫോട്ടോ എടുത്തല്ലേ ഞങ്ങൾ കണ്ടോ മണിച്ചല്ല. എനിക്ക് അങ്ങോട്ടുള്ള വഴി അറിയാം. അവൾക്ക് ടെൻഷനായി എങ്ങനെ വീട്ടിലെത്തും. അവൾക്ക് ഈ മലയുടെ കുതിരേനൊക്കെ കാണാൻ വേണ്ടി ടൗണ് വരുന്ന നടക്കുന്ന. ഇപ്പം നമ്മൾ എവിടെ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കിട്ടും ഞങ്ങൾ ഇട്ടേച്ച് പോയി. അപ്പം ഞങ്ങൾ അവരെ തപ്പിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഞങ്ങളെ കണ്ടു കിട്ടും, ചിലപ്പോൾ ഞങ്ങളെ കണ്ടു കിട്ടിയില്ല. ചിലപ്പോൾ ഞങ്ങളിങ്ങനെ അടിയിലടി ടൗണിൽ മിസ് ചെയ്തിട്ടൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാകും. ഞങ്ങൾ ടാക്സി വിളിച്ച് വീട്ടിൽ പോകും. ഇവിടെ എന്തിനാ നടത്തുക? 2 ബോളുണ്ട് കേട്ടോ. ഇടയ്ക്ക് എന്തെങ്കിലും സ്ട്രീറ്റ് കണ്ടാൽ കാണിക്കാം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ സ്വിങ് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ഇതിനൊക്കെ ലൈസൻസ് വേണമെന്നാണ് പറഞ്ഞത്. എന്തോ പെർമിറ്റൊക്കെ മേടിക്കണം എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നിട്ട് എവിടെയൊക്കെ എന്നിട്ട് അമ്മച്ചിമാരൊക്കെ ഒന്ന് പാട്ട് പാടുന്ന കാണാം. പിന്നെ അവരുടെ മുമ്പിൽ തൊപ്പിയൊക്കെ ഇങ്ങനെ കമത്തിച്ചിട്ടുണ്ടാവും. എല്ലാവരും പൈസയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. അങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് പാട്ടറിയാമെങ്കിൽ ഇവിടെ വന്നിങ്ങനെ പാട്ട് പാടിയാൽ മതി. കുറച്ചെങ്കിലും നമുക്ക് പൈസ കിട്ടും. ഈ പൈസ ഡോളർ ആയതുകൊണ്ട് നമ്മൾ നാട്ടിലോട്ട് സെൻഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം പൈസ കിട്ടും. $1 ഏകദേശം ഇപ്പോൾ 60 രൂപ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് നാട്ടിലോട്ട് സെൻഡ് ചെയ്താൽ ഇച്ചിരി പൈസ കിട്ടും കേട്ടോ. ഇതേ ഇരിക്കുന്ന ഒരാൾ. എൻ്റെ പന്നിക്കുട്ടി ഇരിക്കുന്നുണ്ടോ? പന്നിക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ആപ്പിൾ ഉണ്ടോ? കടിച്ച ആപ്പിളാണ്. എടുക്കാൻ പറ്റില്ല അല്ലേ? പന്നീന് ഇത്ര ഇഷ്ടമുള്ളത് കൊച്ചുണ്ടാവില്ല. വീഡിയോ ആണ്. വാ വാട മ്യൂസിക് ഉണ്ട്. വാ കാണാം. വാ കമ. ടോയ് അങ്ങനെ ഇന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു. ഇനിയിപ്പം വണ്ടിയിൽ എടുത്തിട്ട് നടന്നെത്തണം. എല്ലാവരും നടന്നു മടുത്തു. അടുത്ത് ഒരിടത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞു കേട്ടോ ഞങ്ങളുടെ വീഡിയോ. ഇനിയിപ്പോൾ ഞാൻ എടുത്ത് വെക്കുകയാണ്. മടുത്തു, എല്ലാവരും മടുത്തു. കുറച്ച് റെസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ കാറിൻ്റെ അടുത്തോട്ട് എത്തണം. അന്ന ബൈ ബൈ പറ. ബൈ ഓക്കെ. അപ്പം ശരി നോക്കട്ടെ. വാ. അപ്പം എല്ലാം പറഞ്ഞ പോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.